എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മൾ ഫ്ലവറൊക്കെ വെക്കാവുന്ന ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റാൻഡ് നമുക്കത് തൂക്കിയിടുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാനാണെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മുള വെച്ചുണ്ടാക്കുന്നത്. അതുപോലെയാണ് നമ്മൾ പേപ്പർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉപയോഗമില്ലാത്ത സാധനം നമ്മൾ ഉപയോഗമുള്ള സാധനമാക്കുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പത്രപ്പേപ്പറാണ്. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. നമ്മൾ മറ്റേ താഴെയും കൂടെ വെക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ താഴെ ഇത് പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ പൂവ് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൂടെ നേരെ അതിൻ്റെ ഇവിടെ വരെ കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി നോക്കണം. മടക്കിയിട്ട് മടക്കി ഇതാക്കി വെക്കണം. മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഇത് കട്ട് ചെയ്ത് കളയുന്നത് നമ്മൾ ഇതാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് മൂല ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ട് നമുക്കിവിടെ ഒരു സ്റ്റാപ്ലർ അടിക്കണം. ഇവിടെ നമുക്കൊരു സ്റ്റാപ്ലർ അടിക്കണം. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സെറ്റാക്കി നോക്കണം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നതെന്ന്. എന്നിട്ട് നമുക്ക് താഴെ ഒരു സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. താഴെ നമുക്ക് 2-3 എണ്ണം വേണമെങ്കിൽ അടിക്കാം. നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്കിനി ഇത് ഇങ്ങനെ
മടക്കി കയറ്റി വെക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഇങ്ങനെ മടക്കി കയറ്റിയിട്ട് അകത്തോട്ട് വെച്ചിട്ട് നമ്മളവിടെ സ്റ്റാപ്ലർ അടിച്ച് വെക്കണം. നല്ലപോലെ അവിടെ സ്റ്റാപ്ലർ അടിച്ച് വെക്കണം. കാരണം അവിടെ ഭയങ്കര കട്ടി കൂടുതലാണ്. കാരണം നമ്മൾ പേപ്പർ ചുരുട്ടി വെച്ച് കട്ടി കൂടുതലായതുകൊണ്ട് നല്ലപോലെ സ്റ്റാപ്ലർ അടിക്കണം. വിട്ടു ഇരിക്കുന്ന പോലെ നമ്മൾ സ്റ്റാപ്ലർ അടിച്ച് വെക്കണം. നമ്മൾ സ്റ്റാപ്ലർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പശയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് പശയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ പശയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇപ്പം പിന്നെയും അത് വിട്ടുപോയി. കാരണം അവിടെ കട്ടി കൂടുതലായതുകൊണ്ടാണ് അവിടെ വിട്ടുപോയത്. അപ്പം നമുക്ക് നല്ലപോലെ സ്റ്റാപ്ലർ അടിച്ച് വെക്കണം. ഞാൻ 2-3 എണ്ണം അടിച്ച് വെക്കുന്നുണ്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിൽ വെച്ച് ഒട്ടിക്കണം. ഇത് ഈ സാധനത്തിൽ വെച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന പോലെ തന്നെ ഒട്ടിക്കണം. അതിൻ്റെ മൂലയ്ക്ക് 2 ഇത് ഇറങ്ങി നമ്മൾ ഒട്ടിക്കണം. ഒരു കണ്ണം ഇറങ്ങി ഒട്ടിക്കണം. ഞാൻ ഒരു കണ്ണം ഇറങ്ങി ഒട്ടിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് പശ ഒഴിച്ച് കൊടുത്തു. പിന്നെ സ്റ്റാപ്ലർ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മൂലയെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ മൂലയെല്ലാം കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ ഒന്ന് ഇറങ്ങി 2 എണ്ണം കയറി, മറ്റേത് അതേ അളവിൽ തന്നെ ഇറങ്ങി, അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി 2 എണ്ണം കയറി, പിന്നെ മറ്റേത് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയാണ്. ഞാൻ കറുപ്പാണ് നമ്മൾ ഈ ചുറ്റി വെച്ചിരുന്ന സാധനത്തിൽ അടിക്കാൻ പോകുന്നത്. ഓറഞ്ച് നമുക്ക് നമ്മൾ ഈ റൗണ്ടിൽ ഷേപ്പാക്കി എടുത്തേക്കുന്ന പൂ വെക്കാനുള്ളതിനകത്ത് നമുക്ക് അടിക്കാം. നമുക്ക് കറുപ്പ് നല്ലപോലെ അടിച്ച് സെറ്റാക്കാം. കറുപ്പ് നമുക്ക് നല്ലപോലെ അടിക്കുകയാണ്. ഞാൻ കറുപ്പ് നല്ലപോലെ അടിക്കുകയാണ്. ഒക്കെ മൊത്തം അടിക്കുകയാണ്. നമ്മൾ കറുപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉണക്കാൻ വെക്കാം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓറഞ്ച് അടിക്കാം. അപ്പം ഞാൻ ഓറഞ്ച് അടിക്കാൻ പോവുകയാണ്. ഉണങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഓറഞ്ച് അടിക്കാം. ഞാൻ ഓറഞ്ച് ഇതിനകത്ത് അടിക്കുകയാണ്. ബോണി മിന്നി സൈനിങ് ഔട്ട്.